സൺറൈസേഴ്സ് ഇന്ന് റിയൽ സൺറൈസേഴ്സായി മാറി. ആദ്യ മത്സരത്തിലെ തോറ്റ ആളുകളുടെ പോരാട്ടം സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും. ആ ഈഡൻ ഗാർഡൻസിൽ വെച്ചുള്ള മാച്ച് ടോസ് ജയിച്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആസ് യൂഷ്വൽ, അതിപ്പം ഈ IPL ഇതുവരെ ടോസ് ജയിച്ചവർ എതിരാളികളെ ബാറ്റിങ്ങിന് വിടുവാണല്ലോ, അത് തന്നെ ഹൈദരാബാദിനെ ബാറ്റിങ്ങിന് വിട്ടു. ഹൈദരാബാദിന് വേണ്ടത് അതൊക്കെ തന്നെ അല്ലേ. അവരുടെ ആ ഒരു വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ അവർക്ക് ഫസ്റ്റ് ബാറ്റ് തന്നെ കിട്ടണം. പവർ പ്ലേയിൽ 84 റൺസ്, 6 ഓവറിൽ 84 റൺസ്. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും, അഭിഷേക് ശർമ്മേനേക്കാളും ട്രാവിസ് ഹെഡാണ് ആദ്യ ഓവറുകളിൽ അറ്റാക്കിംഗ് മോഡ് എടുത്തത്. അഭിഷേക് ശർമ്മ സ്ട്രൈക്ക് തന്നെ കിട്ടുന്നില്ലായിരുന്നു. ട്രാവിസ് ഹെഡ് കടന്നാക്രമിക്കുകയായിരുന്നു. അടിയോടെ പോളിപ്പൂരം. 21 ബോളിൽ 46 റൺസ്, 6 4, 3 6. അഭിഷേക് ശർമ്മ 21 ബോളിൽ 48 റൺസ്. അങ്ങനെ ഹൈ സ്കോറിങ് തന്നെ. ആ പോക്ക് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു 270 250 സാധാരണഗതിയിൽ സൺറൈസേഴ്സ് എടുക്കുന്നൊരു സ്കോറാണല്ലോ ഇങ്ങനെ സ്റ്റാർട്ടിങ് കിട്ടുമ്പോൾ. പക്ഷേ 111-1 എന്ന നിലയിൽ നിന്നും 118-4 എന്ന നിലയിലേക്ക് പെട്ടെന്നൊരു തകർച്ച, ചെറിയൊരു തകർച്ച. ചെറുതെന്ന് പറയുമ്പോൾ പോയത് ഹെവി ടീമുകളാണ്. ഈ പറയുന്ന ട്രാവിസ് ഹെഡ് ആദ്യം പോയി, പിന്നെ അഭിഷേക് ശർമ്മ, ഇഷൻ കിഷൻ, അങ്കിത് വർമ്മ, ഇവർ പെട്ടെന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ ഒന്ന് ടൈറ്റായി കളി. പക്ഷേ രക്ഷകനുണ്ട് ഹെൻറിച്ച് ക്ലാസനെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നൊക്കെ വിരമിച്ചെങ്കിലും ലീഗ് മാച്ച് മീൻസ് ഇങ്ങനത്തെ മത്സരങ്ങളൊക്കെ എങ്ങനെ കളിക്കേണ്ടതെന്ന് പുള്ളിക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതനുസരിച്ച് തന്നെയാണ് കളിക്കുന്നത്. ഹെൻറിച്ച് ക്ലാസിനും നിതീഷ് കുമാർ റെഡ്ഡിയും ഇതാദ്യമായി കുറച്ച് നാളുകൾക്ക് ശേഷം നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു മികച്ച പ്രകടനം കാണാൻ സാധിച്ചു. അടിപൊളി ഒരു പാർട്ട്ണർഷിപ്പ്, 82 റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ്. നിതീഷ് കുമാർ റെഡ്ഡി 24 ബോളിൽ 39 റൺസ്. അതിൽ അടിപൊളി കുറച്ച് ഷോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഹെൻറിച്ച് ക്ലാസൻ പുള്ളി എന്തിനാണ് റിട്ടയർ ചെയ്തത്? എനിക്ക് ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല. ആരാ പുള്ളിനെ കൊണ്ട് റിട്ടയർ ചെയ്യിപ്പിച്ചത്? ഒരു അടിപൊളി 50. അങ്ങനെയാണ് സ്കോർ 226. 226 എന്ന് പറയുന്നത് വലിയ സ്കോർ തന്നെയാണ്. കൊൽക്കത്തയുടെ ബൗളിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പകരക്കാരനായി വന്ന മുസർബാൻ പർപ്പിൾ ക്യാപ്പ് ഹോൾഡറായിട്ടോ 4 ഓവർ 41 റൺസിന് 4 വിക്കറ്റ്. പക്ഷേ ഏറ്റവും ദയനീയം എന്ന് പറയുന്നത്, അത് ദയനീയം എന്ന് പറയുമ്പോഴും ഇന്ത്യക്ക് വളരെ ആശങ്കകരമായ ഒരു കാര്യമാണ്, നമ്മുടെ വരുൺ ചക്രവർത്തി. ആ സൂപ്പർ 8 തുടങ്ങിയപ്പം ഫോം നഷ്ടപ്പെട്ടത് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഇന്നും അടി തന്നെ. 2 ഓവറിൽ 31 റൺസാണ് വിട്ടുകൊടുത്തത്. വരുൺ ചക്രവർത്തിനെ കാണുമ്പോഴത്തേക്കും ബാറ്റ്സ്മാൻമാർ ഇറങ്ങി അങ്ങനെ അടിക്കുകയാണ്. അത് ലോകകപ്പിൽ നമ്മൾ കണ്ടു, IPL അത് തുടരുകയാണ്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ വരുൺ ചക്രവർത്തിയുടെ കാര്യം ഏകദേശം തീരുമാനമാവും. കാരണം വേറെ കിടലൻ സ്പിന്നേഴ്സ് കിടക്കുമല്ലേ. കുൽദീപ് യാദവിന് പകരം വരെയാണ് വരുൺ ചക്രവർത്തിനെ ഇറക്കിക്കൊണ്ടിരുന്നത്. കൂടാതെ രവി ബിഷ്ണോയി ഉണ്ട്. പിന്നെ IPL തന്നെ ഇഷ്ടംപോലെ പയ്യന്മാർ കയറി വരുന്നുണ്ട്. എന്തിനാ യുസ്വേന്ദ്ര ചഹാൽ തന്നെ അമ്മമാർ ബോളിംഗ് ആയിരുന്നു കഴിഞ്ഞ മാച്ചിൽ. വരുൺ ചക്രവർത്തി ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, അതാണ് അവസ്ഥ. എന്തായാലും 226 ചേസ് ചെയ്യാനായിട്ട് ഇറങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണഞ്ചിപ്പിക്കുന്ന സ്റ്റാർട്ടിങ്ങായിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്നത് ഫിന്നലൻ എമ്മാരും മനുഷ്യനാടോ അയാൾ. ആദ്യ ഓവറിൽ തന്നെ 25 റൺസാണ് അടിച്ചെടുത്തു. അതായത് 227 റൺസാണ് വിജയിക്കാൻ വേണ്ടത്. ഫസ്റ്റ് ഓവർ 25. എന്നിട്ട് മറ്റുള്ളവരോട് ഇനി 200 റൺ കൂടി മതി, അടിച്ചു. പുള്ളി അടുത്ത ഓവറിലും സ്റ്റാർട്ടിംഗ് 4 ഒക്കെ അടിച്ച് തുടങ്ങിയെങ്കിലും സ്പിന്നിന് മുമ്പിൽ കുടുങ്ങിപ്പോയി. പക്ഷേ പോകുന്നതിന് മുമ്പ് പുള്ളി 4 4 2 6 അടക്കം 7 ബോളിൽ 28 റൺസ്. അതായത് എല്ലാ ബോളും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ആ ഔട്ടായ ബോൾ മാത്രമേ ഉള്ളൂ. 400 സ്ട്രൈക്ക് റേറ്റ്. ഞാൻ ആലോചിക്കണം, പുള്ളി എങ്ങാനും ഒരു പവർ പ്ലേ നിന്ന് കഴിഞ്ഞാലേ കളി കഴിഞ്ഞു പോകും. നമ്മൾ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഷാഹിബ് സാദ, ഫർഹാൻ, ഇവരൊക്കെയാണ് വമ്പൻ ഡേഞ്ചറസ് ബാറ്റ്സ്മാൻമാർ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ഈ ചെന്നൈ അതിഭീകരനായിട്ടോ. ഓരോ മത്സരങ്ങളും കഴിയുമ്പോൾ പുള്ളിയുടെ ഭീകരത ഇങ്ങനെ ഈ ഗ്രാഫ് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരുവാണ്. ഫിന്നലിൽ പുള്ളി ഔട്ടായ ശേഷം രഘുവൻഷി വന്നു. രഘുവൻഷിയും ക്ലാസിക് ഷോട്ടുകളിലൂടെ സ്കോർ ഉയർത്തി. പക്ഷേ അജിൻക്യ രഹാനെക്ക് താളം നടത്താൻ സാധിച്ചില്ല. അദ്ദേഹം പെട്ടെന്ന് ഔട്ടായിപ്പോയി. പിന്നീടാണ് നമ്മുടെ കൊടിപതി കാമറൂൺ ഗ്രീൻ വരുന്നത്. കാമറൂൺ ഗ്രീൻ രഘുവൻഷിനെ ഒന്ന് റണ്ണൗട്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ സ്വന്തം അദ്ദേഹം തന്നെ ഔട്ടായി പോവുകയായിരുന്നു. 2 റൺസ്. കഴിഞ്ഞ കളി 18 റൺസാണ് എടുത്തിട്ടുണ്ട്. ഈ കളി ഇപ്പോൾ 2 റൺസ്. അങ്ങനെ ടോട്ടൽ 20 റൺസായി. ബോളിംഗ് ചെയ്യുന്നില്ല, ഓൺലി ബാറ്റിംഗ് ആണ്. ബോളിംഗ് ചെയ്യണമെങ്കിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ അനുമതി കിട്ടണം. അത് ഇതുവരെ കിട്ടിയില്ല. ഇപ്പോൾ 2 മത്സരത്തിൽ നിന്ന് 20 റൺസാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. 25 കോടി മേടിച്ചിട്ട്. അപ്പോൾ ഈ റണ്ണ് എടുക്കുന്നത് കുറയുന്നതിന് ക്രിക്കറ്റ് ഓസ്ട്രേലിയനോട് ഇവർക്ക് പരാതിപ്പെടാൻ പറ്റുമോ അറിയില്ല. ഇങ്ങനെയൊന്നും കളിച്ചാൽ പോരാ, ഇതിന് നിങ്ങൾ മറുപടി പറയണം. കാരണം ഇവർ വലിയ നിബന്ധന വെക്കുമ്പോൾ അങ്ങോട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാമല്ലോ അല്ലേ. കഷ്ടമാണ്. പക്ഷേ അതിനുശേഷം രഘുവൻഷിയും റിങ്കു സിംഗും കൂടി ഒരു പാർട്ട്ണർഷിപ്പ് ഇട്ടു. അത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഭീതിപ്പെടുത്തുന്നൊരു പാർട്ട്ണർഷിപ്പായിരുന്നു. എന്നാൽ രഘുവൻഷി റണ്ണൗട്ട് ആവുന്നു, റിങ്കു സിംഗ് വാലയെ പോകുന്നു. പിന്നെ വാലെ ഓരോരുത്തർ പോയി. എങ്കിലും അവർ അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു.
റെക്കോർഡ് റൺ റേറ്റ് ഇങ്ങനെ മല പോലെ കയറി പോകുന്നതുകൊണ്ടേ ആഞ്ഞ് വീശുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമല്ലേ ഉള്ളൂ എല്ലാവർക്കും. അങ്ങനെ വീശി 16 ഓവറിൽ 161 റൺസിന് എല്ലാവരും ഓൾ ഔട്ടായി. 65 റൺസിൻ്റെ ഒരു പടുകൂറ്റൻ വിജയമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് കിട്ടിയിരിക്കുന്നത്. അത് വലിയൊരു ബൂമിംഗ് ആണ് സൺറൈസേഴ്സിന് കൊടുക്കുക. കാരണം നമുക്കറിയാം ഒരു കിടിലൻ ടീമാണ്, കിടിലൻ ബാറ്റിംഗ് ടീമാണ്. ബോളിംഗ് ചില അബദ്ധമാണെങ്കിൽ പോലും, ചില നല്ല അബദ്ധമാണെങ്കിൽ പോലും ഇന്നും അബദ്ധം തന്നെയാണ് ബോളിങ്. ഈ റെക്കോർഡ് റൺ റേറ്റ് കണ്ട് ഇവർ വീണു പോയതുകൊണ്ടാണ്. കാരണം ആദ്യ ഓവറുകൾ തന്നെ അഭിഷേക് ശർമ്മയൊക്കെ വന്ന് എറിയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കിതൊരു പിടിയില്ല. ഡേവിഡ് പൈൻ പുള്ളിനെയാണ് ആദ്യ ഓവറിൽ 25 റൺസ് ഫിനാലിൽ അടിച്ചത്. മര്യാദയ്ക്ക് ബോൾ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഒരു അഡ്കട്ട് 23 റൺസിന് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇഷാൻ മലിക 2 ഓവറിൽ 14 റൺസിന് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡി 2 ഓവറിൽ 17 റൺസിന് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡി ആദ്യത്തെ ഒരു 1.5 ഓവറോളം കിടിലനായിട്ട് ബോൾ ചെയ്തു, പിന്നീട് അവസാനം നടി വിളിച്ചതേ ഉള്ളൂ. അങ്ങനെ നിതീഷ് കുമാർ റെഡ്ഡിൻ്റെ ഇന്നൊരു ഓൾറൗണ്ടർ പ്രകടനം കാണാൻ പറ്റി. ഫീൽഡിങ്ങിൽ ചില ബ്ലണ്ടറുകൾ പുള്ളി കാണിച്ചെങ്കിൽ പോലും ബാറ്റിങ്ങും ബോളിങ്ങും തിരക്കേടില്ലാതെ ചെയ്തു. കാരണം നമ്മൾ പുള്ളിൻ്റെ പെർഫോമൻസിൽ വളരെ നിരാശനാണ്. ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരു പ്ലെയറെ പോലെയാണ് പുള്ളിൻ്റെ പല സമയത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാറ്റിംഗ് ആണെങ്കിലും ഔട്ടായി ബോൾ വിളിച്ചുകൊണ്ടങ്ങ് പോകുന്നതാണ്, ബോളിങ്ങിൽ അടി മേടിക്കുമ്പോൾ വിളിച്ചുകൊണ്ടങ്ങ് പോകുന്നതാണ്. അത് നമുക്കൊരു സുഖമില്ലല്ലോ അല്ലേ. നമുക്ക് അബദ്ധം പറ്റിയാൽ അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയാൽ അത് അംഗീകരിച്ച് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വിഷമം മുഖത്ത് കാണണം. അല്ലാതെ അതിനും ക്യാച്ച് കളഞ്ഞാലും വിളിക്കുക, ലെക്ക് ഔട്ടായാലും വിളിക്കുക, അങ്ങനത്തെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് യുവതാരമാണ് ഇത് നമ്മൾ ചോദിച്ചു പോയതാണ്. ഏതായാലും ഇന്ന് ചെറിയ രീതിയിലൊരു കംബാക്ക് പോലും നടത്തിയിട്ടുണ്ട്. അത് ഈ IPL അദ്ദേഹത്തിന് തുടരാൻ സാധിക്കട്ടെ. അങ്ങനെ ഏതായാലും സൺറൈസേഴ്സ് ഹൈദരാബാദിനൊരു വിജയം കിട്ടിയിരിക്കുകയാണ്. പോയിന്റ് പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കാൻ കിടക്കുകയാണ്. അവരുടെ ബോളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും ഒക്കെ. ബാറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഫിന്നലനൊക്കെ ഉള്ളൂ ആ T20യുടെ വേഗതയുള്ള ആളെന്ന് പറയാൻ. ബാക്കി അജിൻക്യ രഹാനെയാണെങ്കിലും റിങ്കു സിംഗ് ഒക്കെ ആണെങ്കിലും ഒക്കെ അങ്ങോട്ട് അപ് ടു ദ മാർക്ക് എത്തുന്നില്ല. അതാണ് ഒരു പ്രശ്നം.